സാമൂഹിക പ്രവർത്തനത്തോടൊപ്പം ചുരുങ്ങിയ സ്ഥലത്ത് ജൈവ പച്ചക്കറി കൃഷി ചെയ്ത് ശ്രദ്ധേയയാവുകയാണ് അബുദാബിയിലെ വീട്ടമ്മയായ ലിജി ജോബിസ്. ലിജി തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു ഇന്നത്തെ ക്യാപിറ്റൽ ക്യാൻവാസിൽ. അബുദാബി നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി ബനിയാസിലെ ഒരു വില്ല കോമ്പൌണ്ടിലെ അടുക്കളത്തോട്ടമാണിത്. തൃശൂർ പുറനാട്ടുകര സ്വദേശി ജോബിസ് ജോസ്, ലിജി ജോബിസ് ദമ്പതികൾ തങ്ങളുടെ വീടിനോട് ചേർന്നൊരുക്കിയ ഈ തോട്ടം ജൈവ കൃഷിക്ക് ഉത്തമ ഉദാഹരണം കൂടിയാണ്. കഴിഞ്ഞ 4 വർഷം കൊണ്ട് രൂപപ്പെടുത്തിയ ഈ അടുക്കളത്തോട്ടത്തിൽ ജൈവവളങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. ഇവിടെ ഇതുപോലെ ഞാൻ ഇവിടെ വളർത്തുന്ന പച്ചക്കറികളും കെമിക്കൽസ് അടിക്കാണ്ട് ജൈവവളം മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നന്നായി വളരുന്നുണ്ട്, നന്നായി കായകൾ ഉണ്ടാവുന്നുണ്ട്. അതിന്റെ ടേസ്റ്റിന് വ്യത്യാസമുണ്ട് കറി വയ്ക്കുമ്പോൾ. പുറത്തുനിന്ന് നമ്മൾ കെമിക്കൽസ് അടിക്കുന്ന മേലെ നമുക്ക് പറ്റാവുന്ന കുറച്ച് എല്ലാം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ചെറുതെല്ലാം നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ തക്കാളി, പച്ചമുളക്, വേപ്പിന്റെ ഇല, അങ്ങനെ ചെറുതായിട്ട് നമുക്ക് വീട്ടിൽ അത് ഉണ്ടായി നിൽക്കുമ്പോൾ തന്നെ കാണാനും നമുക്ക് തന്നെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വളർത്താനും അത് വളരെയധികം സഹായിക്കും. തങ്ങളുടെ സ്വന്തം ഉപയോഗത്തിനായുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടൊപ്പം തന്നെ ഒഴിവു സമയങ്ങളെ കൂടുതൽ ക്രിയാത്മകമായി ഉപയോഗിക്കണം എന്ന ചിന്ത കൂടിയുള്ള ഈ ദമ്പതികൾ ഈ വീട്ടുവളപ്പിൽ നിരവധി പക്ഷിമൃഗാദികളെയും വളർത്തുന്നു. കോഴി, താറാവ്, കാട, പ്രാവ്, ഗിനിക്കോഴി, മുയൽ തുടങ്ങിയവ ഇവിടേക്ക് കടന്നുവരുന്നവർക്ക് ഒരു നാട്ടുംപുറത്തിന്റെ ശബ്ദഘോഷങ്ങൾ സമ്മാനിക്കുമെന്നത് ഈ പ്രവാസ ഭൂമികയിൽ വേറിട്ടു നിൽക്കുന്ന ഒരനുഭവമാണ്. തക്കാളി, പച്ചമുളക്, കാബേജ്, ചീര, വഴുതന, വാഴ, മുരിങ്ങ, വെണ്ടയ്ക്ക, അമരപ്പയർ തുടങ്ങി നിരവധി പച്ചക്കറികളും കറ്റാർവാഴ, കൃഷ്ണതുളസി, മണിത്തക്കാളി, പനിക്കൂർക്ക തുടങ്ങി വിവിധ ഔഷധ സസ്യങ്ങളും പൊതീന, കറിവേപ്പില എന്നിങ്ങനെ കണ്ണിന് കുളിർമയേകി പച്ചപിടിച്ചു നിൽക്കുന്ന ഈ അടുക്കളത്തോട്ടം വളരെ ശ്രദ്ധയോടുകൂടിയാണ് ജോബിസ്, ലിജി ദമ്പതികൾ തങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ പരിപാലിച്ചു കൊണ്ടുപോകുന്നത്. ലിജി ഇങ്ങനെ ഒരു കൃഷി തുടങ്ങണം, നമ്മുടെ കുറച്ച് സ്ഥലത്തിനുള്ളിൽ കൃഷി തുടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ ഫുൾ സപ്പോർട്ട്, ജോലി തിരക്കിനിടയിലും പറ്റാവുന്ന രീതിയിലൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ പേരൻസ് വിസിറ്റിൽ വന്നിരിക്കുകയാണ്, അപ്പോൾ അവർക്കും ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അവരും ലിജീനെ മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജൈവകൃഷി സമ്പ്രദായത്തെ വളർത്തുന്നതോടൊപ്പം തങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒരു പ്രചോദനമാണ് ഈ അടുക്കളത്തോട്ടം. തങ്ങളുടെ ഭക്ഷണത്തിൽ ബാക്കിയാവുന്നതും ഗോതമ്പും അരിയും പയറും തുടങ്ങിയവയുമാണ് ഈ പക്ഷിമൃഗാദികൾക്കുള്ള തീറ്റ. പിന്നെ സമയാസമയങ്ങളിൽ മരുന്നും മറ്റ് ചികിത്സകളും കൃത്യമായി നൽകി വരുന്നു. മത്തിയും ശർക്കരയും ചേർത്ത് പ്രത്യേകം തയ്യാറാക്കുന്ന വളമാണ് ഈ തോട്ടത്തിൽ ഉപയോഗിക്കുന്നത്. യുഎഇയിലെ കൃഷി ചെയ്യുന്ന ചെറിയ ഇടങ്ങളിലെ വില്ലകളിലും ഫ്ളാറ്റുകളിലായിട്ട് കൃഷി ചെയ്യുന്നവരെ സഹായിക്കാൻ വേണ്ടി കൃഷി ഗ്രൂപ്പ് ഉണ്ട്. അവർ കുറെ ഐഡിയാസ് എനിക്ക് പറഞ്ഞു തന്നു. അവർ തൈകളും തന്നു, വിത്തുകളും തന്നു. അങ്ങനെ ഞാൻ തുടങ്ങിയതാണ് ഈ കൃഷികളെല്ലാം. പിന്നെ നാട്ടിൽ നിന്ന് ഞാൻ വരുമ്പോൾ, വെക്കേഷനിൽ പോയി വരുമ്പോഴെല്ലാം തൈകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. കുറെയൊക്കെ അത് പിടിക്കും, ചിലത് കാലാവസ്ഥയിൽ കരിഞ്ഞു പോവും. ഇപ്രാവശ്യം ഞാൻ ആട്ടുംകാട്ടും ചാണകവും അതെല്ലാം ഇട്ട്, പിന്നെ മീനും ശർക്കരയും അതായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ചെടികളിൽ നന്നായി കായകളും ഇതെല്ലാം ഉണ്ടായി തുടങ്ങി. അബുദാബിയിൽ ഇത്തിഹാദ് എയർവേസിൽ ജോലി ചെയ്യുന്ന ജോബിസ് കഴിഞ്ഞ 33 വർഷമായി യുഎഇയിലുണ്ട്. ഈ കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ
കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന പിന്തുണയാണ് ഏറ്റവും വലുത് എന്ന് ലിജി പറയുന്നു. എന്റെ മക്കൾക്ക് എനിമൽസിനെയും ബേർഡ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പച്ചക്കറികളും അവർക്ക് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നതും നനയ്ക്കാൻ വരാനൊക്കെ ഭയങ്കര താല്പര്യമാണ്. പിന്നെ എന്റെ ഹസ്ബൻഡ് എവിടെയാണെങ്കിലും ഞാൻ ഇന്നൊരു സ്ഥലത്ത് ചെടി ഉണ്ടെങ്കിൽ തൈ മേടിക്കാൻ പോകണം അല്ലെങ്കിൽ വിത്ത് മേടിക്കാൻ പോകണം എന്ന് പറഞ്ഞാൽ ആൾ എവിടെയാണെങ്കിലും എന്റെ കൂടെ വരും. അതുപോലെ വളങ്ങൾ മേടിക്കാനായാലും എല്ലാ സ്ഥലത്തും. അബുദാബി മലയാളി സമാജം വനിതാ വിഭാഗം കൺവീനർ കൂടിയായ ലിജി ജോബിസ് സാമൂഹ്യ പ്രവർത്തനവും കൃഷിയും ജോലിയും സമന്വയിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ മക്കളായ ആഞ്ചലിനും ഓസ്റ്റിനും എല്ലാ കാര്യങ്ങൾക്കും ഇവരോടൊപ്പമുണ്ട്. ഇവരുടെ ഈ അടുക്കളത്തോട്ടത്തെക്കുറിച്ചറിഞ്ഞപ്പോൾ നിരവധി കുടുംബ സുഹൃത്തുക്കൾ പരിമിതമായ സൌകര്യങ്ങളിലും അടുക്കളത്തോട്ടവും ബാൽക്കണിത്തോട്ടവും ഒരുക്കി തുടങ്ങിയിട്ടുണ്ട്. ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലിക്കായി എല്ലാവരും ഈ മേഖലയിലേക്ക് കടന്നുവരണമെന്നാണ് ഇവരുടെ ആഗ്രഹം. ഈ അടുക്കളത്തോട്ടം പ്രവാസലോകത്തെ മലയാളികൾക്ക് മാത്രമല്ല, കൃഷിയിൽ നിന്നും അകന്നുമാറിയ നാട്ടിലുള്ളവർക്ക് കൂടി പ്രചോദനമാവട്ടെ എന്ന് അഹ്ലൻ അബുദാബി ആശംസിക്കുന്നു.